കരിമീൻ പിടുത്തവുമായി ബന്ധപ്പെട്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങായിമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോൾ റോഡ് ഉപയോഗിച്ചിട്ടുള്ള കരിമീൻ പിടുത്തം, അതിനാവശ്യമായ A to Z കാര്യങ്ങൾ, കണ്ണിയുടെ സൈസ്, ചൂണ്ടയുടെ സൈസ് കെട്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ A to Z കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 240 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോൾ റോഡ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ട് കാണാം 240 എന്ന് എഴുതിയിട്ടുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 അടിയോളം നീളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിഷിംഗ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ പോൾ റോഡ് സെലക്ട് ചെയ്യുക. ഏകദേശം 6 അടി മുതൽ 12 അടി വരെ പോൾ റോഡ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പോൾ റോഡ് തുറക്കുമ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ തുറക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കരിമീൻ പിടിക്കാൻ ആവശ്യമായ ടങ്കീസ്, അതായത് ലൈന് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുണ്ടായത് 0.25 mm വരുന്ന സൂപ്പർ ലൈൻ്റെ ടങ്കീസാണ്. ഇപ്പോൾ ഏകദേശം അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയത് സഫിക്സിൻ്റെ 0.20 mm വരുന്ന ടങ്കീസാണ്. ഞാൻ രണ്ടും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ടങ്കീസാണ്. രണ്ടും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അതുപോലെ പെന്നിൻ്റെ 0.28 mm ഉപയോഗിക്കലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലൂറോ കാർബണിൻ്റെ ലൈൻ്റെ ഉപയോഗിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു നോർമൽ ടങ്കീസിൽ തന്നെ നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്ലോട്ടായിട്ട് ഇതേപോലെ ഈ ഒരു വലിയ സൈസ് ഫ്ലോട്ട് വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ കുറച്ച് ചെറുത് വരുന്നുണ്ട്. അത് നമ്മുടെ ഫിഷിംഗ് അനുസരിച്ച്, നമ്മളിടുന്ന ബൈറ്റിൻ്റെയും ചൂണ്ടയുടെയോ സൈസ് അനുസരിച്ചിട്ട് ആ ഫ്ലോട്ട് ഉപയോഗിക്കാം. കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ സൈസ് ഫ്ലോട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കരിമീൻ പിടിക്കാൻ ആവശ്യമായ കണ്ണിയും ഫ്ലോട്ടും പരിചയപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ചൂണ്ടയാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മസ്റ്റാർഡിൻ്റെ 22 സൈസ് കാർബൺ ഹുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നോർമൽ ഹുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് 22, 24 സൈസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 24 സൈസ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഫിഷ് വിഴുങ്ങിയിട്ട് അതിൻ്റെ തൊണ്ടയിൽ അണ്ണാക്കിലെത്തിയിട്ടാണ്. പിന്നെ നമുക്ക് ആ ചൂണ്ട എടുക്കാനാവില്ല, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് 22 സൈസ് ഹുക്കാണ്. അത്യാവശ്യം ചെറുതും വലുതും എല്ലാം ഈ ഒരു ചൂണ്ടയിൽ തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനങ്ങൾ മതി. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ചൂണ്ട, പോൾ റോഡ് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചൂണ്ട കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് 0.28 mm ടങ്കീസാണ് കെട്ടിയിട്ട് കാണിച്ചിരുന്നത്. അതിനായിട്ട് നമ്മുടെ പോൾ റോഡ് ആദ്യം ഫുള്ള് ഓപ്പണാക്കി വെച്ച ശേഷം അതിൻ്റെ സെയിം സൈസിൽ ടങ്കീസ് എടുക്കുക. നമുക്ക് ഫിഷിങ്ങിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 1.5 മീറ്റർ വേണമെങ്കിൽ കുറച്ചധികം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പോൾ റോഡിനെക്കാട്ടി ഒരുപാട് വലുപ്പത്തിൽ ടങ്കീസ് എടുത്താൽ അത് നമുക്ക് ഫിഷിങ്ങിന് നന്നായിട്ട് ബാധിക്കും. ഹുക്കപ്പ് കൊടുക്കുമ്പോൾ ഒക്കെ ഫിഷിനെ ലാൻഡ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ കൂടിപ്പോയാൽ ഒരു 1.5 മീറ്റർ മാത്രം അധികം ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായ ടങ്കീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൽ ഫ്ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഒരു ഫ്ലോട്ടിൻ്റെ എൻ്റെ ഭാഗത്തൊരു റൗണ്ട് ഹോള് കാണാം. അതിൽ നമ്മുടെ ടങ്കീസ് കയറ്റി കൊടുത്ത ശേഷം ആ ഒരു ഫ്ലോട്ട് പുറത്തേക്ക് ഊരി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലോട്ട് നമ്മുടെ ആ ഒരു ലൈനിലേക്ക് സെറ്റായി കിട്ടും. ഈ ഒരു ടൈപ്പ് ഫ്ലോട്ട് നമുക്കൊരു ടങ്കീസിലേക്ക് സെറ്റാക്കിയാൽ പിന്നെ നമുക്കത് ഊരിയിട്ട് മറ്റൊരു ടങ്കീസിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലോട്ടാണിത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോട്ട് ലൈനിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബെൻഡ് വന്നിട്ടുണ്ടാകും. അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ചൂണ്ട കെട്ടുന്ന കാര്യം നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മസ്റ്റാർഡിൻ്റെ 22 സൈസ് ഹുക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലോട്ട് ഇട്ട ഒരു ഫ്ലോട്ട് ടങ്കീസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. കുറച്ചധികം തന്നെ ഇപ്പോൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ചൂണ്ട ആയതുകൊണ്ട് ആദ്യമായിട്ട് ചൂണ്ട കെട്ടുന്നവർക്കും കെട്ടാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചധികം എടുത്തിട്ട് തന്നെ മടക്കുക. എന്നിട്ട് ആ ഒരു മടക്കിയ ഭാഗം ചൂണ്ടയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മടക്കിയ ഭാഗം പിടിച്ച ശേഷം ആ ഒരു അവസാനം വരുന്ന ഒരു എൻഡ് അത് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. മുകളിൽ നിന്ന് താഴോട്ടേക്കായിട്ട് ചുറ്റി കൊടുക്കുക. ഒരിക്കലും അതിൻ്റെ മുകളിലേക്ക് പോകാതെ നോക്കുക. ഏകദേശം ഒരു 4 മുതൽ 6, 7 ചുറ്റൊക്കെ ചുറ്റുക. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കെട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു രീതിയിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഓരോ ചുറ്റുമ്പോഴും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു എത്രയാണോ ചുറ്റേണ്ടത് അത് ചുറ്റിക്കഴിഞ്ഞ ശേഷം നമ്മൾ ആ ചുറ്റാൻ ഉപയോഗിച്ച കൈ കൊണ്ട് ആ ഒരു ചുറ്റിയതിൻ്റെ മേലൊന്ന് പിടിച്ചിട്ട് ആ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഹോള് അതിൻ്റെ കൂടിയിട്ട് നമ്മൾ ആ ഒരു എൻഡ് ചുറ്റാൻ ഉപയോഗിച്ച ആ ഒരു എൻഡ് അതിലെ കൂടി പുറത്തേക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ആ മെയിൻ ലൈൻ അടിഭാഗത്തു നിന്നൊന്ന് വലിച്ചു കൊടുക്കുക. അതേപോലെ മേലെന്നും ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ചെറിയൊരു ടൈറ്റ് കിട്ടും. ഏകദേശം നമുക്കത് കയ്യിൽ ഫീൽ ചെയ്യും. നമ്മൾ ആ പിടിച്ച ഭാഗത്ത് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കൈ ഇളക്കാം. നമ്മൾ ആ ഒരു കൈ ഇളക്കിയ ശേഷം നമുക്കൊരു പ്ലയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ചൂണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഒരു കെട്ട് അധികം ടൈറ്റാക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു കെട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ കെട്ടാൻ ഉപയോഗിച്ച ആ ഒരു ഭാഗത്ത് പ്ലേ റോഡ് പിടിച്ച ശേഷം നമ്മൾ മെയിൻ ലൈൻ പിടിച്ചൊന്ന് വലിച്ചാൽ ചെറിയൊരു ടൈറ്റാക്കി കിട്ടും. ശേഷം നമ്മുടെ ഒരു ചൂണ്ടയും കണ്ണിയും ഒന്ന് നോക്കാം. നമ്മുടെ ഒരു കണ്ണി ചൂണ്ടയുടെ ഒരു ഫ്ലാറ്റായ ഭാഗത്തിൻ്റെ അടിഭാഗത്തേക്കാണ് ഉള്ളതെങ്കിൽ അത് മാറ്റിയിട്ട് ആ ഒരു കെട്ട് പിടിച്ച് തിരിച്ചാൽ മുന്നിലേക്ക് നമ്മുടെ ഒരു കണ്ണി കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് സെറ്റാക്കാം. നമ്മുടെ ഒരു ടങ്കീസ് മുന്നിലേക്കായാൽ കുറച്ചും കൂടി ഹുക്കപ്പ് റേഷ്യോ കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ഉടക്കിയിട്ട് നമുക്ക് ആ ഒരു കണ്ണി കുറച്ചും കൂടി ഒരു കെട്ട് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും. മെയിൻ ലൈൻ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുക്കുക. ഓവർ വലിച്ചിട്ട് നമ്മുടെ ലൈൻ ചുളിയാതെ നോക്കുക. ശേഷം ആ ഒരു ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചൂണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചൂണ്ട കെട്ടി പഠിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ചില ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പോൾ റോഡിൽ വെയിറ്റ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല ഒഴുക്കലുണ്ടാകുമ്പോൾ ചില ടൈമിൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ചൂണ്ടയിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു ചെറിയ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചെറിയ വെയിറ്റ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നോർമലി നമ്മുടെ 2 രൂപയുടെ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചൂണ്ടയിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് നമുക്കൊരു വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വിട്ടിട്ട് നമ്മുടെ ഫിഷിംഗ് ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഫ്ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. 1 മീറ്റർ അടിയിൽ നിന്നൊക്കെയാണ് നമ്മുടെ കരിമീൻ ഇരയെടുക്കൽ. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ചില സ്പോട്ടിൽ സൈഡിൽ നിന്ന് തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോൾ റോഡിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്ത് അങ്ങനെ നമ്മുടെ ഈ ഒരു കെട്ടി തയ്യാറാക്കിയ ഒരു ടങ്കീസ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഊരാക്കുടുക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു നേരിയ ടങ്കീസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഊരാക്കുടുക്ക് ആക്കി കാണിച്ചിരുന്നത്. വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടി തടിച്ചൊരു ടങ്കീസിൽ ഒരു ഊരാക്കുടുക്ക് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടങ്കീസിൻ്റെ എൻ്റെ ഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കുക. നോർമലായിട്ട് ഒരു എൻ്റെ ഭാഗത്തൊരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഒന്നും കൂടി ഒരു സെയിം കെട്ടിൻ്റെ മേലേക്ക് ഒരു കെട്ടും കൂടിയും ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ചും കൂടി ഒരു തടിപ്പ് കാണും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു കെട്ടും കൂടി ആക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഊരാക്കുടുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആദ്യം നമുക്കൊരു റൗണ്ട് ആക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരെ ടങ്കീസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊരു റൗണ്ടാക്കി എടുക്കുക. അതിന് ശേഷം അതിൻ്റെ പുറകിൽ കൂടി ഒന്നും കൂടി ഒരു റൗണ്ടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എൻഡ് രണ്ടാമതാക്കിയ റൗണ്ടിൽ കൂടി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു റൗണ്ട് പിടിച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഊരാക്കുടുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് വലിച്ച് ആ ഒരു നമ്മൾ നേരത്തെ കെട്ടി ഉണ്ടാക്കിയ ഒരു ഭാഗത്തേക്ക് ഒന്ന് വലിച്ച് ടൈറ്റാക്കി സെറ്റാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഊരാക്കുടുക്ക് നമ്മുടെ ഒരു പോൾ റോഡിൻ്റെ എൻഡിൽ വരുന്ന ഒരു റെഡ് മെറ്റീരിയലിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഊരാക്കുടുക്കിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു റെഡ് മെറ്റീരിയൽ കയറ്റിയ ശേഷം ആ ഒരു റെഡ് മെറ്റീരിയൽ കൊണ്ട് അതിൻ്റെ ആ ഒരു ഊരാക്കുടുക്കിനെ ഒന്നും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടി ആ ഒരു റെഡ് മെറ്റീരിയൽ കൊണ്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു റെഡ് ഭാഗം എൻഡ് പിടിച്ച ശേഷം നമ്മുടെ മെയിൻ ലൈൻ പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ നമ്മൾ ആ ഒരു റെഡിലേക്ക് ഈ ഒരു ടങ്കീസ് കെട്ടായി കിട്ടും. ഊരാക്കുടുക്കിൻ്റെ പ്രത്യേകത ഇതാണ്. എത്ര വലിച്ചാലും ഇനി ഊരിപ്പോവില്ല. നമ്മൾ ആ ഒരു എൻഡ് ഭാഗം പിടിച്ച് വലിച്ചാൽ മാത്രമേ ഊരിപ്പോവും. ഈ ഒരു ഭാഗം പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ ഊരിപ്പോവും. അപ്പോൾ നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് ഊരുമ്പോൾ അത് മാത്രം പിടിച്ച് വലിച്ചാൽ ഇതേപോലെ ചെറിയൊരു ലൂപ്പായിട്ട് അതവിടെ കെട്ട് വീഴും. ഇതുപോലെ കെട്ട് വീണാൽ ചില ടൈമിൽ നല്ല രീതിയിൽ കെട്ടാവില്ല. അത് ഊരിയെടുക്കാൻ പണിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നമുക്ക് ആ ഒരു ലൂപ്പിലേക്ക്, അതായത് നമ്മുടെ ആ ഒരു ഊരാക്കുടുക്കിലേക്ക് അങ്ങനെ ഒരു റെഡ് ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡ് ലൈന് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ആ ഒരു മെയിൻ ലൈന്, ആ ഒരു റെഡ് ലൈൻ പിടിച്ച ശേഷം മെയിൻ ലൈൻ പിടിച്ച് വലിച്ചാൽ നല്ല രീതിയിലൊരു കെട്ട് അവിടെ വീഴും. അപ്പോൾ ആ ഒരു കെട്ട് നമ്മുടെ ഫിഷിങ് തുടങ്ങിയതുപോലെ കഴിയുന്നവരെ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവും. ഊരി ടൈറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം ഫിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലൈനും
പോൾ റോഡും സെപ്പറേറ്റ് ആക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു റെഡ് ലൈൻ മടക്കിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു മെയിൻ ലൈനല്ല, അതിൻ്റെ കൂടെയുള്ള ഒരു ടാഗ് എൻഡ്, ആ ഒരു ലൈൻ എൻഡ് വരുന്ന ഭാഗം പിടിച്ച് വലിച്ചാൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തോ തെർമോക്കോളിലേക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസിലേക്കോ നമുക്ക് ഈ ഒരു ഊരാക്കൊടുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഒരു ലൈനിൽ ചുളിവോ കാര്യങ്ങളോ ഒന്നും വീഴൂല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നീളം കൂടിയതോ കുറഞ്ഞതോ ഇങ്ങനെ ഒരു 3-4-5 എണ്ണം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫിഷിംഗ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇപ്പം വെള്ളമേറ്റോ ഇറക്കം അനുസരിച്ച് നമുക്ക് ലൈൻ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 4-5 എണ്ണമൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് നമ്മളെ ഫിഷിംഗ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടാറുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ട് കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.